നമസ്കാരം. NTVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പിയാനോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ഫ്രൈഡേ. എനിക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും നമ്മളെ കേരളപ്പിറവി വരാൻ പോവാണ്. പക്ഷെ നമ്മുടെ പിയാനോയിലൂടെ ആവുമ്പോൾ എനിക്ക് കേരളപ്പിറവിയുടെ ദിവസം എനിക്ക് നിങ്ങളോട് കൂടെ എനിക്ക് സംവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് കൂടെ തന്നെ ഒരു നല്ലൊരു ഗാനത്തോടു കൂടി തുടങ്ങാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പാട്ടോടു കൂടി നമ്മുടെ ഇന്നത്തെ പിയാനോ ആരംഭിക്കാം. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് നിങ്ങൾക്ക് ഒരു വിശേഷപ്പെട്ട അതിഥി കൂടി എൻ്റെ കൂടെ ഉണ്ട്. ആ വിശേഷങ്ങളിലേക്ക് വരാം നമുക്ക് പാട്ട് കഴിഞ്ഞതിന് ശേഷം. ഒരു ഹരിത ചാരുതീരം
എന്നും എൻ്റെ പ്രേക്ഷകർ എന്താ പറയുക, നമ്മൾ ഒരുപാട് നമ്മളുടെ വിശേഷങ്ങളും നമ്മൾ ഒരുപാട് മ്യൂസിക് ഡയറക്ടറിൻ്റെ വിശേഷങ്ങളും നമ്മളുടെ ഒരു അതിഥിയും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ് ഈ അതിഥിയെ എനിക്ക് വെൽക്കം ചെയ്യാനായിട്ട്. ഒരു സംഗീത കുടുംബം, എന്താ പറയുക, തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ഒരു സംഗീത കുടുംബം എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാൻ പറ്റും. പാലക്കാട് ശ്രീറാം സാറിൻ്റെ അവരുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ സംഗീതം മാത്രമാണ് അവരുടെ ഒരു കുടുംബം. അവരുടെ സഹധർമ്മിണി ഡോക്ടർ ബേബി മാമാണ് ഇന്ന് നമ്മളുടെ കൂടെ പിയാനോയിലുള്ളത്. ഒരുപാട് സന്തോഷം ചേച്ചി നമ്മുടെ പിയാനോയിലേക്ക് വന്നതിലും. നമുക്ക് ഒരുപാട് പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രേക്ഷകരെ ഇന്നത്തെ നല്ലൊരു ദിവസം അല്ലെ, ഇന്നത്തെ നല്ലൊരു ഫ്രൈഡേ. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നല്ലൊരു ഫ്രൈഡേയിൽ പാട്ടുകളൊക്കെ ആയിട്ടാണ്. ഇന്നത്തെ ദിവസം മാത്രമല്ല, പക്ഷെ മാമിന്റെ കാര്യം ഇനിയിപ്പം നമുക്ക് പ്രേക്ഷകരോടായിട്ട് പങ്കുവെക്കാം. നിങ്ങളുടെ ഒരു സംഗീത കുടുംബമാണ്. പാട്ട് വളരെ നന്നായിരുന്നു, അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അസാധ്യം. ഞാൻ ആദ്യം തന്നെ പിന്നെ ചേച്ചിയായിട്ട് ഞാൻ ചേച്ചിന്ന് വിളിച്ചോട്ടെ എന്ന് തന്നെ ആദ്യം ചോദിച്ചു. കാരണം മാം എന്ന് വിളിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഡിസ്റ്റൻസ് വല്ലാണ്ട് എനിക്ക് കണ്ടപ്പോ തന്നെ ആ ഒരു ചേച്ചിന്ന് വിളിച്ചോട്ടെ എന്നുള്ള ചോദിച്ച് ഞാൻ ആദ്യം തന്നെ എല്ലാം ജാമ്യമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ പറയായിരുന്നു എന്റെ പാട്ടിന് ആദ്യം എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞപ്പം ശരിക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ ഒരുപാട് സന്തോഷം. കാരണം ചേച്ചിയെ പോലെ എടുത്ത ഒരാളെടുത്ത് എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നത് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ ഇനി ഞാൻ ഒരുപാട് സംസാരിച്ചിട്ട് നിങ്ങളുടെ പ്രേക്ഷകരുടെ ഒരു സമയം കളയുന്നില്ല, നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക്. ചേച്ചി എപ്പോഴാ ഇവിടെ ദുബായിൽ? ഇന്നലെ എത്തി. ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് എമിറേറ്റ്സില്. അതൊരു ഡിഫറെന്റ് പ്രോഗ്രാമാണ്. ദാറ്റ് ഈസ് കർണാട്ടിക് മ്യൂസിക് മാത്രമല്ല, ഫിലിം സോങ്സ് മാത്രവുമല്ല. ഫിലിം സോങ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഷോയിൽ എങ്ങനെയായാലും ഒരു 15-20 സോങ്ങല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ഇന്നൊരു മൾട്ടി പാക്കാണ്. ഒരു 60-70 പാട്ട് ഒരുമിച്ച് കേൾക്കാൻ പറ്റും. ഓരോ രാഗത്തിലും നിങ്ങൾ രാഗം എന്നൊന്നും അതിൻ്റെ ടെക്നിക്കൽ വേർഡ്സിലോട്ട് പോകാതെ അതിൻ്റെ ഗ്രാമർ ഒന്നും ഇല്ലാണ്ട് നല്ല അതിന്റെ മ്യൂസിക്കിലൂടെ മ്യൂസിക്കിനെ അറിയാനുള്ളൊരു ഒരു പരിപാടിയാണ്. അപ്പൊ ഇന്ന് പിന്നെ ചേച്ചിയുടെ കൂടെ ഹസ്ബൻഡ് പുള്ളിയാണ് പാട്ട്, ഫ്ലൂട്ട്, കീബോർഡ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ കൂടെ കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളും ഉണ്ട്. എങ്ങനെ ചേച്ചി ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഒരു കൺസെപ്റ്റ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതുമാതിരി. മലേഷ്യയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിലിങ്ങനെ ചിലർ ആഗ്രഹിക്കുമ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഫിലിമിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ എനിക്കറിയുന്ന കുറച്ച് സംഗീതം അവര് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പാടും. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആരുടെ? ഹസ്ബൻഡിന്റെ. ഞാൻ പിന്നെ ചേച്ചിയുടെ ഒരു നിങ്ങളുടെ ഒരു ചാറ്റ് ഷോ ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഫുൾ ടൈം മ്യൂസിക് ആണ്. അറിയാത്തോണ്ടാണ്. അതായത് സംസാരിക്കാൻ പോലും അവിടെ ഒരു സമയം കാണാറില്ല. എപ്പോഴും പുള്ളിക്ക് നല്ല വിവരമുണ്ട് എല്ലാ കാര്യങ്ങളും, പൊളിറ്റിക്സ് ആയാലും ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു സാറ് കുറച്ചും കൂടി ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാരണം നമ്മളിപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇപ്പോഴും സോഷ്യൽ മീഡിയസ് ഒക്കെ ആയിട്ട് ഒരുപാട് ആക്റ്റീവ് ആണല്ലോ. സാറ് വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും, അതായത് അഭിപ്രായം പറയേണ്ടടുത്ത് സാറ് വളരെ തുറന്നു പറയുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ വളരെ ഒതുങ്ങി എനിക്കറിയുന്ന കുറച്ച് സംഗീതം വെച്ചിട്ട് വളരെ സമാധാനപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ തന്നെ ഒരു എളിമയാണ്. അതുകൊണ്ട് എനിക്ക് ഈ പൊളിറ്റിക്സ് ഒന്നും അറിയില്ല. കേൾക്കുമ്പം നോക്കാറുണ്ട്, ചാനൽ സാറ് മാറ്റുമ്പോൾ ഞാൻ നോക്കും എന്നല്ലാതെ എനിക്ക് വലിയ പിടിയില്ല. അറിയുന്നത് ആകെപ്പാടെയുള്ളൊരു കാര്യം സംഗീതം. അപ്പൊ ഇന്നത്തെ നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുമ്പേ എനിക്ക് എന്താ പറയാ, നമ്മുടെ പ്രേക്ഷകരൊക്കെ എല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ചിലർക്കൊക്കെ നമ്മളെ ചേച്ചീനെ കുറിച്ച് വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പൊ ചേച്ചി ശരിക്കും ചേച്ചിയുടെ ജനിച്ചു വളർന്ന്? ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചത്. പക്ഷെ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ പാലക്കാടാണെന്ന്. അല്ല, ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്, പാലക്കാടാണ്. ഒരു എന്താ പറയാ 8 മണിക്കൂർ ജേർണി ഡിഫറൻസ് ഉള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഹസ്ബൻഡ്. പാലക്കാട് നിന്നാണ് ശ്രീറാം. ഞാൻ ജനിച്ച ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഇൻഫാക്ട് ഞാനും എം ജയചന്ദ്രൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹവും വളരെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ച് പണ്ട് ഈ മത്സരവേദികളിൽ സ്ഥിരം കർണാടക സംഗീതത്തിൽ ബോയ്സിൽ ജയചന്ദ്രനും ഗേൾസിൽ ഞാനും, അങ്ങനെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വരെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ നിറയെ തർക്കിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു
റിലേഷൻഷിപ്പാണ്, ഒരു നല്ലൊരു സൗഹൃദം. അല്ല, എനിക്ക് തോന്നുന്നു എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സാറിനെ പരിചയപ്പെടാനും സാറിനോട് വളരെ അടുത്തറിയാനുള്ള ഒരു ഭാഗ്യം, എനിക്ക് എന്റെ കുട്ടൻ ചേട്ടാന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പം ചേച്ചി പറയണ ചേച്ചി വളരെ ചൈൽഡ്ഹുഡ് അങ്ങനെ ഒരു ഫ്രണ്ട്സാണ്, പക്ഷെ എനിക്ക് വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ എങ്കിലും ഞാനൊരു ആ ഭാഗ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വളരെ ഫ്രണ്ട്ലി ആണ്, ഭയങ്കര അഫെക്ഷനേറ്റ് ആണ്. നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്നേഹവും ആ ഒരു സംഗീതവും, അതെ, എപ്പോഴും ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി പിന്നെ ഇങ്ങനെ വീട്ടില് എങ്ങനെയാണ് മ്യൂസിക്? ഞാൻ ജനിച്ചത് ഒരു സംഗീത കുടുംബത്തിലായിരുന്നു. അപ്പം സംഗീത കുടുംബത്തിലായതുകൊണ്ട് എനിക്ക് വീട്ടിലെ വല്യച്ഛൻ കർണാട്ടിക് മ്യൂസീഷ്യനാണ്, മൃദംഗം സ്റ്റാഫ് ആർട്ടിസ്റ്റാണ്. ഓൾ ഇന്ത്യ റേഡിയോ. ആദ്യത്തെ ഗുരു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗുരു അച്ഛൻ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് ഒരു ടീച്ചർ പാർവതി പറയുന്നത് ഞങ്ങളുടെ അഗ്രഹാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അവരടുത്ത് പഠിച്ചു. പിന്നെ അനന്തലക്ഷ്മി വെങ്കിട്ടരാമൻ എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശൻ്റെ ശിഷ്യയാണ്. ഞങ്ങൾ ഒരു 5-6 പരമ്പരയായിട്ട് തിരുവിതാംകൂർ ആസ്ഥാന വിദ്വാൻസ് ആയിരുന്നു. അപ്പൊ ചേച്ചി ശരിക്കും ഈ ഒരു മ്യൂസിക്കിലേക്ക് വന്നത് ഇങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ്. അതായത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചെന്ന് വെച്ചാൽ, ഇപ്പം പലതിലും നിങ്ങളുടെ ഒരു ഇതിൽ തന്നെ ഇപ്പൊ അഗ്രഹാരം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും പാട്ട് പഠിക്കണം എന്നുള്ളൊരു അല്ലെ, അങ്ങനെ ഒരു ഇതൊക്കെ എല്ലാരും പാടും, വീട്ടിൽ എല്ലാരും പാടും. അതില് വളരെ ചെറുപ്പത്തില് നമ്മൾ ചെറുതാവുന്ന സമയത്ത് ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആവാനായിരുന്നു. അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് അങ്ങനെ വന്നതാണോ? അതിലൂടെ തോന്നിയിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാരും മ്യൂസിക്കാണ്. അപ്പൊ അത് നാച്ചുറലി ഞാൻ അങ്ങനെ ആയിപ്പോയതാണ്. ചെറുപ്പത്തിലെ ഇങ്ങനെ വല്ലാതെ ഉള്ളൊരു, ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞല്ലോ, എന്താ പറയാ, എനിക്ക് സംഗീതമല്ലാതെ മറ്റൊന്നും അറിയില്ല. ആ ഒരു ചെറുപ്പത്തിലെ ആ ഒരു ഇത് ഉണ്ടായിരുന്നു. വളരെ കുഞ്ഞോട്ട് പാട്ട് ഈ ശങ്കരാഭരണ സിനിമയൊക്കെ വരുന്ന സമയത്ത് ഒരു 3rd സ്റ്റാൻഡേർഡോ 2nd സ്റ്റാൻഡേർഡോ ഒക്കെ ഉള്ളു ഞാൻ. പക്ഷെ ആ പാട്ടുകളൊന്നും അറിയില്ല, പക്ഷെ അതിന്റെയൊക്കെ സ്വരം പാടുമായിരുന്നു. അതൊക്കെ പറയുമ്പോ നീ എന്റെ സ്വരമാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവർക്കും അറിയാം പാടും എന്നുള്ള. എല്ലാ സോങ്സും പറഞ്ഞു തന്നതായിട്ട് ഏറ്റവും ആദ്യമായിട്ട് അത് വർണ്ണങ്ങളൊക്കെ അല്ലേ നമ്മൾ പഠിച്ചതൊക്കെ. ഫിലിം സോങ്സ് അങ്ങനെ ശങ്കരാഭരണമാണ് ആദ്യമായിട്ട് പാടി മൂളി നടക്കുന്ന പാട്ട്. ശങ്കരാഭരണം സിനിമയിലുള്ള പാട്ടാണ്. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ കച്ചേരികളിലൊക്കെ കച്ചേരി 8 വയസ്സ് തൊട്ട് കച്ചേരി ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആദ്യമായിട്ട് കച്ചേരി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ വേദികൾ ഒരുപാട് ത്യാഗരാജ ആരാധനകളും എല്ലാ സ്ഥലത്തും നമ്മളൊരു സാന്നിധ്യം ഉണ്ടാവും. പിന്നെ ആ വീട്ടിൽ അച്ഛൻ തന്നെ ഒരുപാട് കച്ചേരി കേൾക്കാൻ കൊണ്ടുപോകും. എവിടെയെങ്കിലും എന്തെങ്കിലും മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ അത് സമയം നമുക്കൊരു പ്രശ്നമല്ല. രാത്രി 1 മണിയായാലും 2 മണിയായാലും അവിടെ എല്ലാവരും പാടിക്കഴിഞ്ഞ് കേട്ടതിന് ശേഷം വീട്ടിലേക്ക് പിന്നെ പ്രവേശനമുള്ളൂ. പാട്ട് തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് ഒരുപാട് സമയം നമ്മളെ സംഗീതത്തിൽ തന്നെയാണ്. പിന്നെ അന്നത്തെ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ TV ചാനൽസ് ഇല്ലല്ലോ, റേഡിയോ ആണ് നമ്മുടെ ആകെപ്പാടുള്ള ഒരു റെഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ജനിച്ച് വളർന്നത് തൊട്ട് തന്നെ ഈ റേഡിയോയിൽ സംഗീത കച്ചേരികളും പിന്നെ ആ ശബ്ദത്തിന്റെ ഉടമസ്ഥനെ കാണാനുള്ള ഒരു ആകാംക്ഷ. അപ്പൊ നമ്മുടെ കൗതുക വാർത്തകായിട്ട് രാമേന്ദ്രൻ ചേട്ടനൊക്കെ കാണാൻ ഭയങ്കര മോഹമായിരിക്കില്ലേ നമുക്ക് കുഞ്ഞിലെ. അതുപോലെ ആകാശവാണിയിൽ വലിച്ചൻ സ്റ്റാഫ് ആർട്ടിസ്റ്റ്. ആ ഒരു കാര്യം പറയാൻ വരുമായിരുന്നു ആകാശവാണിയിലെ അല്ലെ മാമിന്. ചേച്ചിക്ക് ശരിക്കും ഡയറക്റ്റ് എ ഗ്രേഡ്. ഞാൻ അതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചി തന്നെ ആ കാര്യം നമ്മളോട് ബി ഗ്രേഡ് ബി ഹൈ എ ഗ്രേഡ് അങ്ങനെയാണ് ആകാശവാണിയിൽ. അപ്പം ബി ഗ്രേഡ് കഴിഞ്ഞപ്പോൾ ബി ഹൈക്ക് കൊടുത്തതാ, എനിക്ക് ഡയറക്റ്റ് എ ഗ്രേഡ് കിട്ടി. പക്ഷെ എനിക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. അപ്പോൾ കാരണം എനിക്ക് 25 വയസ്സേ ഉള്ളൂ. ജീവിതത്തിൽ ആകെപ്പാടെ ഉള്ളൊരു എയിം എന്ന് പറയുന്നത് എ ഗ്രേഡ് മേടിക്കുക. അത് നേരത്തെ കിട്ടിയപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ആ മോഹം പോയില്ലേ, തീർന്നില്ലേ അങ്ങനെ. പിന്നെ പഠിക്കാൻ വലിയ ഇഷ്ടമാണ്, പാട്ട് പഠിക്കാൻ ഇഷ്ടമാണ്. പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നും പഠിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. അപ്പം കൂടുതൽ പഠനമാണ് ലൈഫില്. വീട്ടില് വേറെ സഹോദരങ്ങൾ? 2 സിസ്റ്റേഴ്സ്, ഒരു ബ്രദർ. എല്ലാരും മ്യൂസിക്കിൽ തന്നെ. ഈ തമ്മിൽ ഭേദം ആയിട്ടുള്ള ഒരാളെ അവര് പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അവരെല്ലാം വേറെ വേറെ പ്രൊഫഷണൽ. എന്റെ സിസ്റ്റർ മാത്രം വയലിനിസ്റ്റാണ്, ദോഹയിലെ വയലിൻ ടീച്ചറാണ്. പിന്നെ എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആ ഒരു സമയത്ത് ഈ ഒരു ഫീൽഡിലോട്ട് വരാനുള്ള ഒരു എങ്ങനെയായിരുന്നു, ഒരു എന്താ പറയാ, കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തതും എങ്ങനെയാണ്? അത് അച്ഛൻ തന്നെ തീർച്ചയായിട്ടും. കാരണം വീട്ടിലെല്ലാവരും പാടുമെങ്കിലും ഒരു എക്സ്ട്രാ കാലിബർ എനിക്കുണ്ടെന്നും
ഒരു മനോധർമ്മത്തിൽ ഇവൾ ഷൈൻ ചെയ്യുന്നെന്ന് തോന്നിയത് അച്ഛൻ തന്നെയാണ് ആദ്യം. അപ്പം അച്ഛൻ അതിനായിട്ട് ഒരുപാട് എന്നെ കച്ചേരി കേൾപ്പിക്കാനും ഇത് ശ്രദ്ധിക്കണം, നീ പാടുമ്പോൾ ഇത് ശ്രദ്ധിക്കണം, അങ്ങനെ പറഞ്ഞ് എന്നെ ഒരുപാട് എന്താ പറയാ നർച്ചർ ചെയ്തിട്ടുണ്ട്. അല്ല ഇപ്പൊ സാധാരണ പറയുന്നത് കേൾക്കാറുണ്ട് നമ്മളെ ടീച്ചേഴ്സ് തന്നെ, ഇപ്പൊ ഞാനൊക്കെ വളരെ കുറച്ച് പഠിച്ചിട്ടുള്ളൂ, അപ്പൊ പറഞ്ഞു കേൾക്കാറുണ്ട് അവരുടെ മക്കളെ ഇരുത്തി പഠിപ്പിക്കുക അവര് വേറെ ടീച്ചേഴ്സിന്റെ അടുത്ത് കൊണ്ട് ചെന്നാക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് എങ്ങനെ അച്ഛന്റെ അടുത്ത് തന്നെയാണ് കൂടുതൽ? അത് എന്നെ വേറെ ടീച്ചറിന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും കേൾക്കില്ല. പക്ഷെ അച്ഛൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത് വളരെ ഹാർഡായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു ആരംഭം ഇപ്പൊ തന്നെ തേര കേര നിരകളാടും എന്നല്ലേ, അത് സരസ്വതി ബേസ്ഡ് ആയിട്ടുള്ള രാഗമാണ്. അപ്പം അങ്ങനെ ഒരു രാഗം നമ്മൾ കേട്ടിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ വരാൻ പാടില്ലാത്തൊരു പ്രയോഗം വന്നാൽ അപ്പം നല്ലപോലെ ചീത്ത പറയും. അത് ശരിക്കും നമുക്ക് ഹേർട്ട് ആവും. കുഞ്ഞുങ്ങളല്ലേ, പിന്നെ ഭയങ്കര സങ്കടം വരും. ആരെങ്കിലും വീട്ടിലേക്കൊക്കെ വരുമ്പം ബേബി ഇങ്ങ് വാ എന്ന് വിളിക്കും. അപ്പോഴേ അറിയാം നമ്മളെ പാടിപ്പിക്കാനാണ്. എന്തെങ്കിലും ഒന്ന് പാടാൻ പറയും. അത് കഴിഞ്ഞ് അവർ പോയ ഉടനെ പറയും അങ്ങനെ ആ പ്രയോഗം തെറ്റാണ്, അങ്ങനെ അപ്പൊ ഞാൻ എന്നാ ഇനി അടുത്ത പ്രാവശ്യം ആരെങ്കിലും വന്നാൽ എന്നെ വിളിക്കണ്ടോ, ഞാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ വില അറിയുന്നത്. കാരണം അന്ന് നമ്മളെ വേദനിപ്പിച്ച മിസ്റ്റേക്ക് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ചെയ്യില്ല. ഈ പ്രയോഗം വരാൻ പാടില്ല എന്ന് അച്ഛൻ അന്ന് ഹേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഉറക്കത്തിൽ പോലും ആ തെറ്റ് ചെയ്യില്ല എന്നുള്ളത്. അപ്പം പക്ഷെ എന്റെ മോന് ഞാൻ തന്നെയാ പഠിപ്പിക്കുന്നത്, പാട്ട് പഠിപ്പിക്കുന്നത്. 4 വയസ്സായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. മകള് നന്നായിട്ട് ചിത്രം വരയ്ക്കും, മകൻ പാടും. അവനെ പാടാൻ കച്ചേരി ചെയ്യുന്നില്ല. അവൻ ഫുൾ ടൈം മ്യൂസീഷ്യനാണ്. ഒരുപാട് നമ്പർ ഓഫ് കോമ്പോസിഷൻസ് അവന് അറിയാതെ നമ്മൾ 20-25 കൊല്ലം കൊണ്ട് പഠിച്ചു തീർക്കുന്ന പല വലിയ വലിയ കോമ്പോസിഷൻസും അവന് കുഞ്ഞിലേ ഞാൻ പഠിപ്പിച്ചു. കാരണം എനിക്ക് ഈ കൊഞ്ചാൻ അറിയില്ല കുഞ്ഞുങ്ങളെ. ചേച്ചിയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഭയങ്കര ബേസ്ഡ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടി വഴക്ക് പറയും രീതിയിലാണ്. അതുകൊണ്ട് മാത്രല്ല കുഞ്ഞുങ്ങളോട് എനിക്ക് എത്ര പ്രേമം പോരാ. അപ്പം അച്ഛനാണോ കൂടുതൽ? ഇല്ല, രണ്ടുപേർക്കും അങ്ങനെ കൊഞ്ചാനൊന്നും അറിയില്ല. രണ്ടുപേരും മ്യൂസിക്കലി ഇപ്പൊ അവൻ നന്നായി ഒരു പാട്ട് നന്നായി പാടിയാൽ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യുന്നല്ലാതെ അവന് വിളിച്ച് കുട്ടാ കുഞ്ഞേ കണ്ണാന്നൊന്നും വിളിക്കുന്ന ഒരു ശീലമില്ല. എന്തായാലും മോൻ എന്താ പറയാ, മോൻ വന്നിട്ടുണ്ടോ ഇവിടെ? അവൻ ഇന്ന് പാടുന്നുണ്ട് ഞങ്ങളുടെ. മോൻ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ അമ്മ ഇതൊക്കെ എന്നെ വിളിക്കാത്തതാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് ഐ തിങ്ക് അതുകൊണ്ട് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിപ്പോയി എന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം എന്റെ മുമ്പിൽ അവൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്ന് പാടും. ഇപ്പോഴും ഇപ്പൊ അവന് 11th പഠിക്കുന്ന കുട്ടി 11th പഠിക്കുന്ന കുട്ടി പറയുമ്പം കുറച്ചൊരു ടീൻസിലാണല്ലോ. പക്ഷെ ഇരിക്കാൻ പറഞ്ഞ അവനിരിക്കും, ദിവസവും പാടും. ഇതിൽ തന്നെയാണോ കൂടുതൽ? കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ ഫിലിം ഒരുപാട് ഇംഗ്ലീഷ് മ്യൂസിക് ഒക്കെ കേൾക്കുന്ന കുട്ടിയാണ് അവൻ. ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കാറുണ്ട്, നിറയെ വെസ്റ്റേൺ ഇതുപോലെ അറബിക് മ്യൂസിക് ഒക്കെ അവൻ നന്നായി പാടും. നാൻസി അജ്റമിന്റെ ഒക്കെ എനിക്ക് അവൻ പാടാറുണ്ട്. എനിക്ക് അവൻ അത്ഭുതമായി, ഇവൻ ഇതൊക്കെ എങ്ങനെ പാടുന്നു. പക്ഷെ ഇവൻ നിറയെ കേൾക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇൻസിസ്റ്റ് മ്യൂസിക് എല്ലാം മ്യൂസിക് അല്ലേ, അതിനെ വെള്ളം പോലെയാണ് സംഗീതം. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും അതിനെ നമ്മളൊരു പിത്തള പാത്രത്തിൽ ഒഴിക്കുമ്പോൾ അതിനൊരു ട്രഡീഷണൽ ലുക്കും ഒരു കപ്പാൻ സാസ്ത്രത്തിൽ ഒഴിക്കുമ്പോൾ അതിനൊരു മോഡേൺ ലുക്കും കിട്ടുന്നതേ ഉള്ളൂ എന്നല്ലാതെ അതിന് ഷേപ്പില്ല. ഹൗ വി ഷേപ്പ് ഇറ്റ് എന്നുള്ളതാണ് സംഗീതം. ഇപ്പം കേര നിരകൾ ആടെന്ന് പറയുമ്പം പേര് സൗമ്യയുടെ മനസ്സിൽ ആ പാട്ടുകളുടെ വാക്കുകളാണ്. എനിക്ക് അത് സ്വരമായിട്ടാണ് വരുന്നത്. അപ്പൊ അതിനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു, കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ചേച്ചി, ഞാൻ പിന്നെ ഒരുപാട് പ്രേക്ഷകർക്ക് നമ്മൾ ഈ ഒരു പിയാനോയിൽ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കാനാണ് കുറച്ചുകൂടി താല്പര്യം. നമുക്ക് ഇനിയും വിശേഷങ്ങളിലേക്ക് വരാം. എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ. ഞാൻ കേട്ടതാണ് ചേച്ചിയുടെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് എപ്പോഴും തിരക്ക് പിടിച്ച് ആകെ ഒരു ഫ്രൈഡേ ചിലപ്പോൾ സാറ്റർഡേയും കൂടി മാത്രമേ ഒരു ഒഴിവ് ദിവസം കിട്ടാറുള്ളൂ, ഒരു സമാധാനം ഉണ്ടാവാറില്ല. ഞാൻ അറിഞ്ഞിട്ടുണ്ട് ചേച്ചി ചില ഗസൽസ് ഒക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഗസൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര ആളാണല്ലോ സൗമ്യ, ബ്രൗസ് ചെയ്തല്ലേ ഞാൻ വരുന്നു പറയുമ്പോൾ. ഞാൻ ചേച്ചിയുടെ വരുന്നു പറയുമ്പോൾ ചേച്ചീനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്യാവശ്യം ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ. അപ്പം ശ്രീറാം സാറിനെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഞാൻ കാണാറുണ്ട്. സാറിന്റെ എല്ലാ കാര്യങ്ങളും, സാർ എന്തെങ്കിലും ഒരു കാര്യത്തിലാണെങ്കിൽ സാർ അത് ഇടപെടും, സാർ അതിന് എല്ലാം വാദിക്കാറുണ്ട്, പ്രതികരിക്കാറുണ്ട് ഒക്കെ ഉണ്ട്. ചേച്ചിയുടെ കോൺസേർട്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ നോക്കാറുണ്ട്. അപ്പൊ ചേച്ചിയാണ് ഇന്ന് വരുന്നതെന്ന് പറഞ്ഞപ്പം എനിക്ക് കുറച്ചും കൂടി അങ്ങോട്ട് ആകാംക്ഷയായി. അപ്പൊ ഞാൻ കുറച്ചും കൂടി ചെകഞ്ഞ്
ജഗഞ്ഞു നോക്കി, അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഒരു ഗസൽ. ഗസൽ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ അവസരത്തിൽ നമ്മുടെ പ്രവാസികൾക്കായിട്ട് പാടാൻ കൊടുക്കാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ചേച്ചി എന്റെ അർത്ഥം കൂടി ചേച്ചിക്ക് ഞാൻ ഏതാ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാൻ പറ്റും. അപ്പൊ അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. വെള്ളം ഞാനങ്ങനെ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിച്ചിട്ടില്ല, എനിക്ക് അത്ര അറിയില്ല. എനിക്കറിയുന്ന മാതിരി ഞാൻ പാടാം. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഗസൽ എന്ന് പറയുമ്പോൾ ഒരു ഹരിഹരൻ സാറിൻ്റെയോ അല്ലെങ്കിൽ ഗുലാമൽ സാറിൻ്റെയോ ആ ഒരു സ്റ്റൈലായിരിക്കില്ല എൻ്റെ ഗസൽ. എന്നാലും ഒരു കുറച്ചുകൂടി ഒരു ക്ലാസിക്കലും ആണ്, എന്നാൽ ക്ലാസിക്കലല്ല, അങ്ങനെ ഒരു ഇതായിരിക്കും. ഞാൻ തന്നെ എഴുതി ട്യൂൺ ചെയ്തതാണ്. दो घड़ी मिल जाए कभी चैन से, दो घड़ी मिल जाए कभी चैन से, रात दिन गुजर गए परेशान से, दो घड़ी मिल जाए कभी चैन से, रात दिन गुजर गए परेशान से, दो घड़ी मिल जाए कभी चैन से। वक्त से मजबूर 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 मजबूर, वक्त से मजबूर होके खफा रहे कागज से, वक्त से मजबूर होके खफा रहे कागज से, अपने से अजनबी हुए, अपने से अजनबी हुए, छिपी हुई अंदाज से रात दिन गुजर गए परेशान से, दो घड़ी मिल जाए कभी चैन से, दो घड़ी मिल जाए कभी चैन से. ഒരു 2 നിമിഷം എനിക്ക് സമാധാനപൂർണ്ണമായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. രാത് ദിൻ ഗുസർ ഗയേ പരേഷാൻ സെ, രാത്രിയും പകലും തിരക്ക് 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 പരേഷാനാണ് എപ്പോഴും. അതിലൊരു സ്റ്റാൻസാണ് ഞാൻ പാടിയിട്ടുള്ളൂ. വക്ത് സെ മജ്ബൂർ ഹോക്കെ ഖഫാ രഹേ കാഗസ് സെ, ഒന്ന് ഇരുന്ന് എഴുതാനുള്ള സമയം പോലും ഇല്ലാതെ പേപ്പറുമായിട്ട് ഞാൻ ചണ്ടകൂടി നടക്കുകയാണ്. വക്ത് സെ, ഈ സമയവുമായിട്ടുള്ള തല്ലുകൂടില്ല. സോ എനിക്ക് തന്നെ ഞാൻ അന്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം എൻ്റെ ചിന്തകളെ ഞാൻ മറച്ചു വെച്ചിട്ട് എന്നുള്ളതാണ് ഈ ഗസലിൻ്റെ വരികളുടെ അർത്ഥം. ബ്യൂട്ടിഫുൾ ലിറിക്സ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനത് കേട്ടു, ഞാനത് അത്രമാത്രം എൻ്റെ മനസ്സ് ടച്ച് ചെയ്തുകൊണ്ടാണ് ഞാനിന്ന് ചേച്ചിയോട് ആ പാട്ട് തന്നെ പാടാൻ പറഞ്ഞത്. കാരണം നമ്മുടെ പ്രവാസ ജീവിതം അറിയാലോ, എപ്പോഴും തിരക്ക് പിടിച്ച് നമുക്ക് ഒന്നിനും സമയമില്ല, നമ്മൾക്ക് നമ്മളെ തന്നെ മറന്നു പോവാണ് ജോലി കാര്യങ്ങളൊക്കെ അല്ലേ.
അപ്പോൾ ചേച്ചിയുടെ ബ്യൂട്ടിഫുൾ ഗസൽ കേട്ടു. ഇനിയും ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളൊക്കെ വരാം. പക്ഷെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വരാം അല്ലേ? അപ്പോൾ ചെറിയ പിയാനോയിൽ ചെറുതായിട്ട് ഒരു ഇടവേള.